പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയുണ്ടാവും 2020 അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട് പരപ്പനഹാര അഗ്രഹാര ജയിലിൽ മാസങ്ങളോളം കിടക്കാനിടയായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് പാർട്ടിയിൽ വലിയ വിവാദമായി. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കുടുംബത്തിൻ്റെ കാര്യമാണ്, കുടുംബം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ അവസാനം വലിയ സമ്മർദ്ദമേറി പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന് അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചു. അവസാനം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. സുഹൃത്തുക്കളെ, ആ വിവാദം ഉയർന്നു വന്ന് ഇപ്പോൾ 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്നൊരു വിവാദം എന്താ? അതിനിടയിൽ അയാൾ ആ കേസിൽ നിന്ന് കുറ്റമുക്തനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ തിരിച്ചു വന്നു. നമ്മളിപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്നത് അയാൾക്ക് പാർട്ടി അംഗത്വം നൽകണമെന്ന് പറഞ്ഞ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഒന്നിലധികം തവണ ചർച്ച വന്നിട്ടും അയാൾക്ക് പാർട്ടി അംഗത്വം നൽകുന്നില്ല എന്നുള്ള വാർത്തയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ശക്തമായി ഉയർന്നു വന്നു. പക്ഷേ നമ്മൾ കേട്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ താല്പര്യപ്രകാരം ഈ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകുന്നില്ല എന്നുള്ള വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെ ഒരു വാർത്ത വരുന്നു. എന്താ? അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ED ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുന്നത്. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുറകിൽ ബിനീഷ് കോടിയേരിയുടെ കറുത്ത കരങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വരുന്നു. ഞാനും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് പിണറായി വിജയനോടുള്ള ബിനീഷ് കോടിയേരിയുടെ പകയുടെ ഭാഗമായി, ബിനീഷ് കോടിയേരി പുറകിൽ നിന്ന് കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഈ ഗുണ്ടാപ്രവർത്തനം നടത്തിയതും ഇത് കൂടുതൽ അലങ്കോലമാക്കിയത് എന്നുമുള്ളൊരു ആരോപണമാണ് ഉയർന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും പിണറായി വിജയനെതിരെ ബിനീഷ് കോടിയേരി പക തീർത്തു എന്നുള്ള ആരോപണത്തിനിടയിൽ ആ പക തീർക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തൻ്റെ വീട്ടിൽ ED അന്വേഷണം നടന്നപ്പോൾ വിജയൻ എടുത്തിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള വാർത്തകൾക്കിടയിൽ പൊടുന്നനെ നമ്മളൊരു വാർത്ത കേൾക്കുന്നു. എന്താണ്? ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചു നൽകി എന്ന്. നമ്മളൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഇപ്പം അങ്ങനെ പുനഃസ്ഥാപിച്ച് നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മളെ ഞെട്ടിച്ച വേറൊരു കാര്യം എന്താ? എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പെട്ടെന്നാക്കണമെന്നും ഉടനടി പുനഃസ്ഥാപിച്ച് നൽകണമെന്നും ഗോവിന്ദനോട് ആവശ്യപ്പെട്ടത് വിജയനാണ് എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. അത് നമ്മളെ കൂടുതൽ ഞെട്ടിച്ചു. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2020 മറ്റോ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ ആ ED റെയ്ഡിനെ ന്യായീകരിക്കുന്ന നിലയിലാണ് അന്ന് വിജയൻ നിലപാടെടുത്തത്. അത് ED വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും അതിൻ്റെ തെളിവുകൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ വന്നത്. അതിനെ പാർട്ടി ആ കുടുംബം അതിനെ പ്രതിരോധിച്ചു കൊള്ളും എന്നും വിജയൻ അന്ന് പറഞ്ഞു. അതൊന്ന് വലിയ വിവാദം അന്നുണ്ടാക്കി. അതിനെ തുടർന്ന് പിന്നെ ഉണ്ടായ വിവാദം എന്താ? കോടിയേരി ബാലകൃഷ്ണൻ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ അത് വാഹനമാർഗം കണ്ണൂർ എത്തിക്കണമെന്നുള്ള കുടുംബത്തിൻ്റെ ആഗ്രഹം അനുവദിക്കാതെ അത് വിമാനമാർഗം അവിടെ കൊണ്ടുചെന്നെത്തുകയും അവിടെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം പിണറായി വിജയനും കുടുംബവും വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനയാത്ര കയറിപ്പോയതുമൊക്കെയും വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ഈ 2 പ്രശ്നങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിനകത്ത് വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അവർ പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് പുറത്തു പറയാൻ കഴിയുന്നുള്ളത്. അപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് വിജയൻ്റെ കുടുംബത്തോട് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് പകയാണുള്ളത് എന്നാണ് നമുക്ക് പുറത്ത് കിട്ടുന്ന വിവരം. അങ്ങനെ പകയുണ്ട് എന്നുള്ള വിവരം പുറത്തുള്ള സമയത്ത്, അതാണ് വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് വിജയൻ പൊടുന്നനെ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാൻ നേരിട്ടിറങ്ങി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് പിണറായി വിജയൻ്റെ കുടുംബത്തോട് വലിയ പകയാണ്. നമുക്ക് ഓർമ്മയില്ല, ആ വിവാദം നടന്ന സമയത്ത് ആ വിവാദം സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ എന്തോ അഭിപ്രായം പുറത്തു പറഞ്ഞതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ്റെ സഹോദരൻ തിരുവനന്തപുരം ക്ലബ്ബിലും കണ്ടിരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളെ പോലീസ് പിടിച്ച സംഭവം നമ്മൾക്ക് ഓർമ്മയിൽ. അയാളേത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കണ്ടായിരുന്ന സമയത്ത് അയാളെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ചീട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് അയാളെ പിടിച്ചു. അത് പിണറായി വിജയൻ പക തീർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ അന്ന് വന്നിരുന്നു.
അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെ വിജയൻ എന്തിനാണ് പിന്നെ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയിരുന്നത് എന്നത് ആളുകളെ അത്ഭുതപ്പെടുത്തി. ഐബ്രോസ് വർ റേസ്ഡ് എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. സുഹൃത്തുക്കളെ, അത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ആഴത്തിൽ പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ആഴത്തിൽ നമ്മൾ മുങ്ങിത്തപ്പി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണെന്നറിയാമോ? ബിനീഷ് കോടിയേരിയും ഈ മാസപ്പടി കേസിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോൺ ജോർജും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കുടുംബമായിട്ട് തനിക്ക് തൻ്റെ കുടുംബത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് PC ജോർജ് പലതവണ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ എനിക്ക് മക്കളെ പോലെയാണെന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വളരെ അടുത്ത രണ്ട് കുടുംബമായിട്ടാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്നും PC ജോർജ് പലപ്പോഴും പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ബിനീഷ് കോടിയേരിയും അഭിഭാഷകനാണ്. ലോ അക്കാഡമിയിൽ നിന്ന് LLB എടുത്ത അഭിഭാഷകനായിട്ട് സന്നദ്ധെടുത്തിട്ടുള്ള ആളാണ് ബിനീഷ് കോടിയേരി. ഷോൺ ജോർജും അഭിഭാഷകനാണ്. ഇവരുടെ രണ്ടുപേരുടെയും പിന്നെ വക്കീൽ ഓഫീസ് ഒന്നാണ് എന്ന് ഉള്ള വിവരമുണ്ട്. ഷോൺ ജോർജിൻ്റെയും ബിനീഷ് കോടിയേരിയുടെയും വക്കീൽ ഓഫീസ് ഒന്നാണ് എന്നുള്ള വിവരമുണ്ട്. ബിനീഷ് കോടിയേരി കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും അവർ രണ്ടുപേരുടെയും വക്കീൽ ഓഫീസ് ഒന്നാണെന്നും അവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നും ഉള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഷോൺ ജോർജിനെ ഈ കാര്യത്തിലേക്ക്, ഈ മാസപ്പടി കേസിലേക്ക് കൊണ്ടുവന്നതിന് പുറകിൽ പ്രവർത്തിച്ചത് പിന്നെ ബിനീഷ് കോടിയേരിയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും വലുതായിട്ടൊന്നും യോജിക്കുന്നില്ല. പക്ഷേ മാസപ്പടി കേസ് ഷോൺ ജോർജ് കടുപ്പിക്കുന്നതിനിടയിൽ പൊടുന്നനെ ബിനീഷ് കോടിയേരിക്ക് പിണറായി വിജയൻ ഇടപെട്ട് പാർട്ടി അംഗത്വം പുതുക്കി നൽകിയെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? പ്രത്യേകിച്ച് ഷോൺ ജോർജ് ഇപ്പോൾ എടുത്തിട്ടുള്ള പുതിയ നീക്കം എന്താ? പുതിയ നീക്കം എന്ന് പറയുന്നത് ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള ഇടപാട് മാത്രമല്ല മാസപ്പടി കേസിന് പുറകിലുള്ളത് എന്നും ഇതിനകത്ത് വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ 2020 അവസാനിച്ച ഒരു അക്കൗണ്ടിൽ ഈ വീണ ടീയും സുനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും ചേർന്ന് ഉള്ള ഒരു അക്കൗണ്ടിൽ 10 കോടി രൂപ ഉണ്ടായിരുന്നുവെന്നും ആ വിദേശ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും ലാവ്ലിൻ കമ്പനിയിൽ നിന്നുമൊക്കെ ഒട്ടേറെ പണം വന്നിരുന്നുവെന്നും ആ പണം ആ അക്കൗണ്ടിൽ നിന്ന് കാനഡയിലേക്കും അമേരിക്കയിലുമൊക്കെ റീറൂട്ട് ചെയ്യപ്പെട്ടു പോയി എന്നും അതിനെക്കുറിച്ച് വിശദമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് 1 അല്ല 2 തവണ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്ത് കൊടുത്ത കാര്യം നമുക്ക് പുറത്തു വന്നു. അത് പുറത്തു വന്നതിന് ശേഷമാണ് വിജയൻ തകൃതിയായി ഈ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയത് എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഷോൺ ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ, ഷോൺ ജോർജുമായി ബിനീഷ് കോടിയേരിക്കുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നീക്കം നടത്താൻ വേണ്ടിയാണോ വിജയൻ തകൃതിയായി ഈ ബിനീഷ് കോടിയേരിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം തിരിച്ചു നൽകിയത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്തായാലും ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവർ രണ്ടുപേരുടെയും വക്കീൽ ഓഫീസ് ഒന്നാണ്. ഷോൺ ജോർജ് ആണെങ്കിൽ ഇതിൽ കൂടുതൽ കടുത്ത വിവരങ്ങളിലേക്ക് പോവുകയാണ്, നടപടികൾ എടുക്കുകയാണ്. സ്വാഭാവികമായി അങ്ങനെ നടപടികൾ എടുക്കുമ്പോൾ ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജിൻ്റെ കയ്യിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബിനീഷ് കോടിയേരിയെ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യം ബിനീഷ് കോടിയേരിക്ക് തകൃതിയായി പാർട്ടി അംഗത്വം നൽകിയ നടപടിക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? കാരണം വലിയ ആശങ്കയിലാണ് വിജയൻ എന്ന് നമ്മൾ ആലോചിക്കണം. മുഖ്യമന്ത്രിയൊന്നുമല്ല ഇപ്പോൾ. സ്വാഭാവികമായി ഈ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള വിജയൻ്റെ മുമ്പിലുള്ള ഏക മാർഗമാണ് ഇത് എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ 3-4 വർഷക്കാലമായി ബിനീഷ് കോടിയേരിക്ക് നൽകാതിരുന്ന പാർട്ടി അംഗത്വം പൊടുന്നനെ ഇപ്പോൾ വിജയൻ്റെ നേതൃത്വത്തിൽ അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് നടത്തുന്ന നീക്കങ്ങൾ അറിയാൻ വേണ്ടി ബിനീഷ് കോടിയേരിയെ ഉപയോഗിക്കാനുള്ള പിണറായി വിജയൻ്റെ വലിയ ആക്രാന്തത്തിലുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കും. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഷോൺ ജോർജിന് വഴങ്ങുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. വഴങ്ങില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഷോൺ ജോർജിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ കഴിയുമോ, ഷോൺ ജോർജിലൂടെ എന്തെങ്കിലും നീക്കങ്ങൾ, ഷോൺ ജോർജിൻ്റെ ഭാവി നീക്കങ്ങൾ അറിയാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ബിനീഷ് കോടിയേരിയെ ഉപയോഗിക്കുക എന്നുള്ള വളരെ ഈ പറഞ്ഞ പോലെ മ്ലേച്ഛമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് 4 വർഷമായി ബിനീഷ് കോടിയേരിക്ക് നൽകാതിരുന്ന പാർട്ടി അംഗത്വം ഇപ്പോൾ എടിപിടിയിന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു നൽകിയതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള കാര്യം സംബന്ധിച്ച് എനിക്ക് യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.